നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ആതിര രവീന്ദ്രൻ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, പവർഡ് ബൈ ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. കൊല്ലം കരുനാഗപ്പള്ളിയിൽ ഗുണ്ടാ നേതാവായ സന്തോഷിനെ കൊലപ്പെടുത്തിയ പ്രതികളെ പിടികൂടാൻ കഴിയാതെ പോലീസ്. സംഭവം നടന്ന് ഒരു ദിവസം പിന്നിടുമ്പോഴും പ്രതികൾക്കായി പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ്. അന്വേഷണത്തിനായി രൂപീകരിച്ച പ്രത്യേക സംഘം അന്വേഷണം കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ പരിശോധന തുടരുകയാണ്. അതേസമയം കൊല്ലപ്പെട്ട സന്തോഷിന്റെ സംസ്കാരം ഇന്ന് നടന്നേക്കും. ഇതേ കൊലയാളി സംഘത്തിന്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അനീറിന്റെ വിശദമൊഴിയും ഇന്ന് പ്രത്യേക സംഘം രേഖപ്പെടുത്തും. കൊലപാതക സംഘത്തെ ഇന്നലെ തന്നെ തിരിച്ചറിഞ്ഞിരുന്നു. വയനകം ഗുണ്ടാസംഘമാണ് കൊലപാതകത്തിനും അതിനുശേഷമുണ്ടായ ആക്രമണത്തിനും പിന്നിലെന്ന് പോലീസ് പറയുന്നു. മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള റിവിഷൻ ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. എക്സാലോജിക് CMRL ഇടപാടിൽ അന്വേഷണം വേണമെന്നാണ് ആവശ്യം. മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയും ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും നേരത്തെ ഈ ആവശ്യം തള്ളിയിരുന്നു. ജസ്റ്റിസ് K. ബാബുവിന്റെ ബെഞ്ച് ഉച്ചയ്ക്ക് 1:45 വിധി പറയുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ എന്ന സ്ഥാനം ഉപയോഗിച്ചാണ് വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനി CMRL നിന്നും പണം ഈടാക്കിയത് എന്നായിരുന്നു വാദം. വിജിലൻസ് കോടതി ഉത്തരവിനെതിരായ റിവിഷൻ പെറ്റീഷനിലാണ് വിധി. വാദം കേട്ട ശേഷം വിധി പറയുവാനായി കോടതി കേസ് മാറ്റിയിരിക്കുകയായിരുന്നു. ഈ പ്രസരിപ്പ്, ആരോഗ്യം, എല്ലാത്തിനും അടിസ്ഥാനം ചിട്ടയായ ആഹാരരീതിയാണ്. തിരഞ്ഞെടുത്ത നെല്ലിൽ നിന്നും പോഷക ഗുണങ്ങൾ നഷ്ടമാവാതെ തയ്യാറാക്കുന്ന അതിവിശിഷ്ടമായ മട്ടയരി, മയിൽ മട്ടയരി. വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻസ്, ഫൈബർ തുടങ്ങിയവയാൽ സമ്പുഷ്ടമാണ് മയിലിന്റെ മട്ടയരി. കലർപ്പില്ലാത്ത മയിൽ മട്ടയരി ഒരിക്കൽ ഉപയോഗിച്ചവർ ശീലമാക്കുന്നു, എന്നെ പോലെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രോഡക്ട്സ്, ശ്രേഷ്ഠം, സമ്പുഷ്ടം. സെക്രട്ടേറിയറ്റ് പടിക്കൽ ആശാ വർക്കേഴ്സ് നടത്തുന്ന രാപ്പകൽ സമരം 47-ാം ദിവസം. 3 ആശാ വർക്കേഴ്സിന്റെ നിരാഹാര സമരം 9ാം ദിവസത്തിലേക്കും കടന്നു. സമരത്തിന്റെ ഭാഗമായി കോട്ടയത്തും കോഴിക്കോടും ഇന്ന് പ്രതിഷേധങ്ങൾ നടക്കും. വേതന വർധനവ് ഉൾപ്പെടെ ആവശ്യപ്പെട്ട സെക്രട്ടേറിയറ്റിന് മുൻപിൽ ആശാമാർ നടത്തുന്ന സമരം ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഓണറേറിയം വർദ്ധിപ്പിച്ച വിവിധ നഗരസഭകളും പഞ്ചായത്തുകളും. ജമ്മു കാശ്മീർ കത്വയിലെ ഭീകരരുമായുള്ള ഏറ്റുമുട്ടൽ തുടരുന്നു. കത്വയിലെ ജുതാന മേഖലയിൽ ഇന്നലെ രാവിലെയാണ് ഏറ്റുമുട്ടൽ ആരംഭിച്ചത്. ഇന്നലെയുണ്ടായ ഏറ്റുമുട്ടലിൽ 3 സുരക്ഷാ ഉദ്യോഗസ്ഥർ വീരമൃത്യു വരിച്ചിരുന്നു. ഭീകര സാന്നിധ്യത്തെ തുടർന്ന് സുരക്ഷാ സേന നടത്തിയ തെരച്ചിലിനിടെയാണ് ഭീകരർ സേനയ്ക്ക് നേരെ വെടിയുതിർത്തത്. തുടർന്ന് സേന തിരിച്ചടിച്ചു. ഏറ്റുമുട്ടലിൽ 5 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. മേഖലയിൽ സൈനിക നടപടി പുരോഗമിക്കുന്നു. കൂടുതൽ സേനയെ ഇവിടേക്ക് വിന്യസിച്ചു. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് കൊടും ക്രൂരതയെന്ന കുറ്റപത്രം. 45 സാക്ഷികളും 32 രേഖകളും ഉൾപ്പെടെയുള്ളതാണ് കുറ്റപത്രം. 5 പ്രതികളാണ് കേസിലുള്ളത്. 45 ദിവസം കൊണ്ട് പൂർത്തിയാക്കിയ കുറ്റപത്രം ഇന്ന് പോലീസ് കോടതിയിൽ സമർപ്പിക്കും. 45 ദിവസം കൊണ്ട് തന്നെ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചു. കോട്ടയം മൂന്നിലവ് സ്വദേശി സാമുവൽ, വയനാട് നടവയൽ സ്വദേശി ജീവ, മലപ്പുറം മഞ്ചേരി സ്വദേശി റിജുൽ ജിത്ത്, മലപ്പുറം വണ്ടൂർ സ്വദേശി രാഹുൽ രാജ്, കോട്ടയം കോരിത്തോട് സ്വദേശി വിവേക് എന്നിവരാണ് കേസിൽ പ്രതികൾ. കൊലപാതകത്തിന് തുല്യമായ കൊടും ക്രൂരതയാണ് ജൂനിയർ വിദ്യാർത്ഥികളോട് കാണിച്ചത് എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്ന പ്രധാന കാര്യം. ഭാര്യയെ കൊലപ്പെടുത്തി മൃതദേഹം സ്യൂട്ട് കേസിലാക്കി പൂനെയിലേക്ക് രക്ഷപ്പെട്ട ഭർത്താവിനെ ബംഗളൂരു പോലീസ് അറസ്റ്റ് ചെയ്തു. കോൾ ഡീറ്റെയിൽ റെക്കോർഡുകൾ ഉപയോഗിച്ചാണ് മഹാരാഷ്ട്രയിൽ നിന്നുള്ള രാകേഷ് എന്ന പ്രതിയെ പൂനെ പോലീസ് പിടികൂടിയത്.
ഭാര്യയുടെ മാതാപിതാക്കളെ വിളിച്ച് രാകേഷ് കൊലപാതക വിവരം അറിയിച്ചതോടെയാണ് കുറ്റകൃത്യം പുറത്തറിഞ്ഞത്. ഇരയായ 32-കാരിയായ ഗൌരി അനിൽ സാംബേക്കറിന് മീഡിയ കമ്മ്യൂണിക്കേഷൻ പശ്ചാത്തലമുണ്ടായിരുന്നു. പോലീസ് വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് രാകേഷും ഗൌരിയും തമ്മിൽ പലപ്പോഴും വഴക്കുണ്ടായിരുന്നു. വഴക്കിനിടെ യുവതി രാകേഷിനെ ശാരീരികമായി ആക്രമിച്ചിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. മാർച്ച് 26-ന് തർക്കം മൂർച്ഛിച്ചു. തുടർന്ന് രാകേഷ് ഗൌരിയുടെ വയറ്റിൽ കുത്തുകയും കഴുത്തറുക്കുകയും ചെയ്തു. തുടർന്ന് മൃതദേഹം ഒരു സ്യൂട്ട് കേസിൽ പൊതിഞ്ഞ് കുളിമുറിയിൽ ഉപേക്ഷിച്ച് പൂനെയിലേക്ക് രക്ഷപ്പെട്ടു. പെരുമ്പാവൂരിൽ നിന്നും കള്ളനോട്ടുമായി പിടിയിലായ ബംഗ്ലാദേശ് സ്വദേശി ഇന്ത്യയിലെത്തിയത് 18 കൊല്ലം മുൻപെന്ന് പോലീസ്. കേരളത്തിൽ നിന്നും മൊബൈൽ ഫോൺ മോഷ്ടിച്ച് ബംഗ്ലാദേശിൽ കൊണ്ടുപോയി വിൽക്കുകയും കള്ളനോട്ടുമായി തിരികെ വരികയും ചെയ്യുന്ന സംഘത്തിലെ പ്രധാന ഏജന്റാണ് ഇയാളെന്ന് പോലീസ് കണ്ടെത്തി. ട്രെയിൻ യാത്രക്കാരന്റെ മൊബൈൽ ഫോൺ മോഷ്ടിച്ചതിന് റെയിൽവേ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ കഴിഞ്ഞ 23-നാണ് ബംഗ്ലാദേശ് അലൈപൂർ സ്വദേശി സലീം മണ്ഡൽ പെരുമ്പാവൂരിൽ നിന്നും പിടിയിലായത്. 18 വർഷം മുൻപ് ഇന്ത്യയിലെത്തിയ ഇയാൾ ആദ്യത്തെ 3 വർഷം പശ്ചിമ ബംഗാളിലായിരുന്നു. 15 വർഷമായി കേരളത്തിലുണ്ട്. ഇസ്രായേൽ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ മട്ടാഞ്ചേരിയിലെ ജൂത പള്ളിയുടെ സുരക്ഷ കൂടുതൽ ശക്തമാക്കി. യുദ്ധം തുടങ്ങിയ ഘട്ടത്തിൽ പള്ളിക്ക് സമീപം പോലീസിനെ നിയോഗിച്ചിരുന്നു. എന്നാൽ പുതിയ സാഹചര്യത്തിൽ ബോംബ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങളാണ് പള്ളിയിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. പള്ളിക്കകത്ത് തന്നെയാണ് സുരക്ഷാ സംവിധാനങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളത്. 24 മണിക്കൂറും പോലീസ് സാന്നിധ്യവും ഉറപ്പാക്കിയിട്ടുണ്ട്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.